ആരാധ്യരായ ശ്രോതാക്കൾക്ക് നമസ്കാരം. ചിന്തിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ മനസ്സിൽ തോന്നിയത് നിത്യജീവിതത്തിൽ നിന്ന് എടുത്തു പറയുമ്പോൾ ഇതിന് കുറെ ശ്രോതാക്കളുണ്ട്. ഉള്ള ശ്രോതാക്കള് സ്നേഹപൂർവ്വം അഭിനന്ദിക്കാറും ഉണ്ട്. ഇന്ന് ചിന്തിക്കുന്നത് ഗുരുപ്രസാരണം എന്നൊരു വിഷയമാണ്. ചെറുപ്പത്തില് എന്ത് കാര്യത്തിനും അച്ഛനെ ആശ്രയിക്കണം. വീടിന്റെ പടി കടന്നിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ നോക്കിയില്ല. ചിലപ്പോ നായയെ പട്ടിയുണ്ടാവും. അച്ഛൻ കൂടെ ഇല്ലെങ്കിൽ നിവർത്തിയില്ല. അങ്ങനെ ഏത് കാര്യത്തിലും അച്ഛനെ ആശ്രയിക്കും. അച്ഛൻ ശക്തൻ കൂടിയാണെങ്കിലോ ഓടാ വിടുന്ന പറയും മക്കളോട്. എന്റെ കാര്യം ഞാൻ നോക്കാൻ മതി, എന്റെ സഹായം എനിക്ക് വേണ്ട. എന്തിനും അച്ഛനെ അങ്ങോട്ട് ആശ്രയിക്കുക എന്നല്ലാതെ അച്ഛൻ ഇങ്ങോട്ട് ആശ്രയിക്കണ പ്രശ്നമില്ല. അച്ഛന് ചിലപ്പോ പെൻഷനോ ശമ്പളം ഉണ്ട്, എന്തെങ്കിലും വരുമാനം അച്ഛനുണ്ടാവും. ഒരു സിനിമ കാണാൻ പോകണമെങ്കിൽ 4 കിട്ടണമെങ്കിൽ അച്ഛനെ ആശ്രയിക്കണം. പല കാര്യങ്ങളും നമുക്ക് അറിവില്ലെങ്കിൽ അമ്മയെ ആശ്രയിക്കണം, ഏട്ടന്മാരെ ആശ്രയിക്കണം. മര്യാദയ്ക്ക് നിന്നാണ് ഞാൻ സിനിമയ്ക്ക് കൊണ്ടുപോകാന്ന ഏട്ടൻ പറഞ്ഞു. വൈകുന്നേരം സിനിമ കാണാൻ പോണെങ്കിൽ അനുസരണശീലത്തോടു കൂടി നിന്നോ. ഗുരുനാഥന്മാരെ ആശ്രയിക്കണം. പോയിട്ട് മാഷോട് ചോദിച്ചു, അതെന്താ മാഷ് അങ്ങനെ? അപ്പൊ മാഷ് പറഞ്ഞു തരും. അപ്പൊ അച്ഛനെയും മാഷയും ഈ ഗുരുക്കന്മാരെയും വല്യേട്ടനെയും അവരുടെ ഒരു ഗുരുത്വമാണല്ലോ, ആ ഗുരുത്വം ഉണ്ടാക്കിയ ശക്തിയാണല്ലോ നമുക്ക്. അതിനാണല്ലോ ഗുരുപ്രസരണം എന്ന് പറഞ്ഞത്. എന്നാൽ ഈ പറഞ്ഞതൊക്കെ പിന്നെ മാറി. ആളുകൾക്ക് ഗുരുത്വമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. കേരളത്തിലെ 1-ാം നമ്പർ സാഹിത്യകാരൻ ഒരു 15 കൊല്ലം മുമ്പാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഒരു കാര്യത്തിന് ആരോ ഫോൺ വിളിച്ചു. അന്ന് ഈ രീതിയിലുള്ള മൊബൈലല്ല, നോക്കിയ എന്തോ പേരില്ല, എന്തായാലും അങ്ങനത്തെ ഫോണാണ്. തീർത്ത് നല്ല ഫോണായിരുന്നു. റിസീവ്ഡ് കാളും ആരെങ്കിലും വിളിക്കാനും പറ്റുന്ന വളരെ ചെറിയൊരു ഫോൺ. അത് ഇയാൾ എങ്ങനെയോ ഓൺ ചെയ്ത് മറുപടി വന്നു. ഇത് ഓഫ് ചെയ്യാൻ ഏത് സ്വിച്ച് അറിയില്ല. കുറെ നേരം അങ്ങോട്ട് തിരിച്ചു എന്നോട് ചോദിച്ചു, എവിടെ ഇത് ഓഫ് ചെയ്യാ, ഒന്ന് ഓഫ് ചെയ്യും. എന്താ മടിയിലിക്കാൻ വിട്ടു. ഇന്നത്തെ ഈ മൊബൈൽ ഫോൺ അല്ലാട്ടോ. അപ്പോ അന്നത്തെ ഫോണില് ആ ഓഫ് ചെയ്യേണ്ട ബട്ടൺ എവിടെയാണെന്ന് അറിയില്ല. അദ്ദേഹം വലിയ ബുദ്ധിജീവിയായിട്ടുള്ള എഴുത്തുകാരനാണ്. ഇപ്പല്ല. ഇന്ന് മക്കളുടെ പിറകെ അച്ഛന്മാര് നടക്കണ്ടേ? ഇപ്പോഴത്തെ സ്ഥിതി എന്താ? എന്നെ ആശ്രയിച്ചിട്ട് ഇപ്പൊ ഒരു ചെറുപ്പക്കാരനും ഇല്ല. അവർക്ക് എന്നെ ആവശ്യമില്ല. അവരുടെ പിന്നാലെ ഇപ്പൊ ഞാൻ നടക്കണം. ഇവിടെ ഒന്നുകൂടി വാളോ, ഇത് എന്താണ് ഈ ഫോണിൽ എഴുതി കാണിച്ച്? ഇതിപ്പോ എങ്ങനെയാ വിളിക്കുക? ഇത് എന്താ ഇത് സംഭവം?
റെയിൽവേയിൽ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ എനിക്കറിയില്ല. ഗൂഗിൾ പേ സർവ്വസാധാരണമായിരിക്കണമെന്ന് എന്റെ ഭാര്യ എങ്ങനെയോ അത് പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവളോട് പറയും, മറുപടി കൊടുക്കും. പത്രാധിപര് വിളിക്കും, ഞാൻ പറയും പോസ്റ്റ് ഓഫീസ് ഇന്ന് ഒഴിവാണല്ലോ, മറ്റന്നാ തിങ്കളാഴ്ച അയക്കാം. വേണ്ട, അത് ഇമെയിലായിട്ട് അയച്ചാൽ മതി. അയക്കാനുള്ള വിവരം ഉണ്ടാവണ്ടേ ഇമെയിലിൽ അയക്കാൻ? ഇമെയിലൊന്നും ഞാൻ തുറന്നു നോക്കാറില്ല. വേറെ ആളെ ആശ്രയിക്കണം. ആശ്രയിച്ച ആളും ശരിയായില്ല. ഒടുവിൽ പത്രാധിപർ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടുത്തെ ബ്രാഞ്ചിലേക്ക് വിവരം കൊടുക്കാൻ അയാള് സാറിന്റെ വീട്ടിൽ വന്നിട്ട് മാറ്റർ വാങ്ങിപ്പോകണം. ഓണപ്പതിപ്പിലേക്ക് ലജ്ജ തോന്നും. കാരണവന്മാരെ ആശ്രയിക്കണ്ട, അവര് ഇങ്ങോട്ട് മക്കളെ ആശ്രയിക്കണം. ഒന്ന് വാടാ, ചെക്കനെ വിളിച്ചാലും കിട്ടണില്ല. ഇത് എവിടെ അമർത്തുക? ഇതിപ്പോ എന്താ ചെയ്യാ? നേര് പറഞ്ഞാൽ ഇപ്പോ എത്രയോ യാത്രകൾ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒറ്റയ്ക്കൊരു യാത്ര പോകാൻ നോക്കിയില്ല. ഞാനും ഭാര്യയും എല്ലാം കൂടി ഇപ്പൊ അയോധ്യയിൽ പോയി, വാരാണസിയിൽ എത്രയോ തവണ പോയിട്ട് അവിടെ പോയി താമസിച്ച നോവൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അയോധ്യ പോവാനും വാരാണസി പോവാനും ഇതേപോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ ചെറുപ്പക്കാരാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, ഫ്ലൈറ്റിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. അനിയന്റെ മകൻ പട്ടാമ്പി പോകുമ്പോൾ ടിക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബുക്ക് ചെയ്തിട്ട് അയോധ്യയും കാശിയും അലഹബാദിലും ഇപ്പൊ പോയി. പണ്ട് പോയതിന്റെ ഒരു കാര്യം ഒക്കെ മാറിപ്പോയി. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന രീതി, ഇത് പ്രവർത്തിക്കുന്ന രീതി, പോക്കറ്റിൽ കാശില്ലെങ്കിലും ഗൂഗിളിൽ പൈസ അയക്കേണ്ടത് മുഴുവൻ മാറിയപ്പോ നേരത്തെ പറഞ്ഞ പോലെ അച്ഛാ അതെങ്ങനെ അച്ഛാ? മുതിർന്ന കാരണവന്മാരെ ആശ്രയിക്കേണ്ട യാതൊരു കാര്യവും ഇല്ലാന്ന് മാത്രമല്ല, മുതിർന്ന കാരണവന്മാര് ചെറുപ്പക്കാരുടെ പിന്നാലെ നടക്കുകയാണ്. ചില കാര്യങ്ങൾ നിവൃത്തിയില്ലാതെ വരും. ഇവരുടെ സേവനം വേണം. ഇതെങ്ങനെയാ? ഭാര്യയോട് പറഞ്ഞോ, ഭാര്യ പറഞ്ഞു എങ്ങനെയൊക്കെ അറിയില്ല. മറ്റേ ജയന്തനോട് ചോദിക്കാം. മറുപടി അവനെ പിടുത്തം കിട്ടണ്ടോ? ചെറുപ്പക്കാരും മുതിർന്നവരെക്കാൾ ബിസിയാണ്. അവരെ പിടുത്തം കിട്ടില്ല. നമുക്ക് കഴിയാത്തൊരു കാര്യത്തിന് എടാ ഇവിടെ വാടാ, അച്ഛൻ മക്കളെ വിളിക്കാം, ഇതൊന്നും പറഞ്ഞു കാണാം. പേരക്കുട്ടിയോടെ പേരക്കുട്ടിയെ മുത്തച്ഛൻ വിളിച്ചാൽ ആ മുത്തച്ഛ എനിക്കൊന്ന് പറഞ്ഞു തരൂ, ഓങ്കാരത്തിന്റെ രഹസ്യം പറഞ്ഞു തരൂ മുത്തച്ഛ. ആ കാലൊക്കെ പോയി. ഇത്ര പോലെ പേരച്ചക്കന്റെ പിന്നാലെ മുത്തച്ഛൻ ഒന്നും കിടി വാടാ, വിളിച്ചാൽ നീ വരൂല്ല. അത് ഞാൻ മുത്തച്ഛന് നേരത്തെ പറഞ്ഞു തന്നില്ലേ? അത് എന്താണ് ചെയ്യത്, എവിടെയാണ് അമർത്തുക? ഈ പയ്യൻ വന്നിട്ട് ഓന്റെ കളിക്കുക. എടാ അത് ആ കളി പിന്നെ ആവാളോ, ഇതൊന്ന് പറഞ്ഞോളോ. ഞാൻ രാവിലെ അങ്ങോട്ട് ഇരിക്കുകയാണ്, അവൻ വരണു, ഫോൺ വാങ്ങണു. എന്താ മുത്തച്ഛ കാര്യം? ഇതെന്താ ചെയ്യാ? അവൻ രണ്ടുപേരുടെ അവിടെയും ഇവിടെയൊക്കെ അമർത്തി. സംഗതി ശരിയാണ്. ഗുരുപ്രസാദത്തിന്റെ അർത്ഥം പറയുമ്പോ കാലം മാറി, ഒരു നിവൃത്തിയും ഇല്ല. നേരത്തെ നോക്കിയ എന്നുള്ള ഫോണില് സ്വിച്ച് എവിടെയാ ഓഫ് ചെയ്യാന്നറിയാത്ത ആ പ്രതിഭാശാലിയായ സാഹിത്യകാരൻ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കുടുങ്ങും. ഇപ്പോഴത്തെ ഫോണും കമ്പ്യൂട്ടറും രീതികളും ട്രെയിൻ ടിക്കറ്റിന്റെ കാര്യവും അതിന്റെ റിസർവേഷൻ, അതിന്റെ ക്യാൻസലേഷൻ, എല്ലാ കാര്യവും ബുക്ക് ചെയ്തിട്ടാണ് ഇപ്പൊ ഞാൻ പോയത്. ആ പോയത് ഇതേമാതിരിയുള്ള ഗ്രൂപ്പും അറിവുള്ളവരും ഉള്ളപ്പോ നമ്മളിൽ നിന്ന് അവർക്കൊന്നും കിട്ടാൻ
അച്ഛനോട് ചോദിക്കട്ടെ എന്ന് ഇപ്പൊ ചെറുപ്പക്കാരന് പറയേണ്ട സ്ഥിതിയില്ല. അച്ഛനൊന്നും അറിയില്ല. പേരക്കുട്ടിയുടെ പിന്നാലെ നടക്കുക. കാരണം അവര് ജനിച്ച മൂലക്കെ ഇത് കാണുകയാണ്. 3 വയസ്സായ കുട്ടി വരെ ഏത് സ്വിച്ച് ഇട്ടാലാണ് അത് കത്തുകയെന്ന് അവർക്കറിയാം. സ്വിച്ച് ഇട്ടാലാണ് ലൈറ്റ് കത്തുകയെന്ന് അവർക്കറിയാം. ഓരോ ലൈറ്റിന്റെയും സ്വിച്ച് ഏതാന്നുള്ളത് അവർക്കറിയാം. അപ്പൊ കാരണവന്മാര് ഇവിടെ പിന്നാലെ നടന്നിട്ട് ഗുരുമുഖത്തുനിന്ന് പഠിക്കേണ്ട കാര്യമുണ്ട് കേട്ടോ. അത് വേറെ ദിവസം പറയും. കാരണവന്മാരുടെ ഗുണം എന്താന്നുള്ളത് വേറെ ദിവസം പറയാം. അപ്പൊ പക്ഷെ അതാണ് ഇന്ന് ചെറുപ്പക്കാരെ പ്രശംസിക്കുകയാണ്. അവരുടെ പിറകെ നടന്നാൽ ചിലവര് ദേഷ്യപ്പെടുന്നു. പേരക്കുട്ടിയോട് 2 ദിവസമായി ചെക്കന്റെ പിന്നാലെ നടക്കണം. അവൻ ബിസിയാണ്. പഠിക്കുന്ന കുട്ടികളൊക്കെ ബിസിയാ. 2 ദിവസമായി ചെക്കന്റെ പിന്നാലെ നടക്കുകയാണ്. ഓണൊന്ന് പറഞ്ഞു തരണ്ടേ ഇതെന്താന്ന്. ഈ സാധനം കയ്യിൽ വെച്ച് ബുദ്ധിമുട്ട്. അപ്പൊ ഒരു മക്കളെ ആശ്രയിക്കേണ്ട ആ കാലം മാറി. മക്കളെയൊന്നും കിട്ടില്ല. പേരക്കുട്ടികളെ കിട്ടണമെങ്കിൽ 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ കിട്ടണമെങ്കിൽ അവരുടെ പിറകെ നടക്കണം. അവരാണ് ടിക്കറ്റ് ബുക്കിംഗ് ചെയ്യുന്നവർക്ക് എല്ലാ കാര്യം ചെയ്യും. അപ്പൊ ഗുരുപ്രസാരണ രീതിയിലുള്ള അറിവ് എന്നുള്ളതിനൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.